നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലും ടെലഗ്രാമിലും സ്റ്റുഡൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ഒരു നോട്ടിഫിക്കേഷൻ അല്ല, ഒരു സർക്കുലർ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. റിവൈസ്ഡ് സ്റ്റൈഫൻഡ് അല്ലെ, നമ്മുടെ CMA ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ CMAക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് പോകണം. ആ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന്റെ സ്റ്റൈഫൻഡ് റിവൈസ് ചെയ്തു. അത് നല്ല ഗംഭീര എമൗണ്ടാണ്. ഒരു 20,000 രൂപ മുതൽ 45,000 രൂപ വരെയൊക്കെയുള്ള എമൗണ്ട് ഉണ്ട്. ആ സ്റ്റൈഫൻഡിൽ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ശരി, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്കുലർ ജെനുവിൻ ആണോ എന്ന് പരിശോധിക്കാം. ആണെങ്കിൽ തന്നെ എന്താണ് ഈ സർക്കുലറിൽ പറയുന്നത്, എങ്ങനെയാണ് അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സർക്കുലർ ഇറങ്ങിയിട്ട് 2 ദിവസമായി. ഞാൻ മനഃപൂർവ്വമാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം സർക്കുലർ കണ്ട് നമുക്ക് എടിപിടി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതിന് നമുക്ക് കുറേ കൂടി ക്ലാരിറ്റി വേണം, കുറച്ചും കൂടി ഇൻഫർമേഷൻ വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം അറിഞ്ഞ് ഓക്കെ ആയിട്ട് ഒരു ജെനുവിൻ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ, വെറുതെ ടൈം പാസിന് വേണ്ടി വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ലേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തത്. ശരി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമേ സർക്കുലർ ജെനുവിൻ ആട്ടോ. ഇത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ കയറി നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിന്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അയ്യോ, ഇങ്ങനെയല്ല, ഇങ്ങനെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ സർക്കുലേഴ്സ് ക്ലിക്ക് ചെയ്ത് ആ സർക്കുലേഴ്സിനകത്ത് നമുക്ക് ഏറ്റവും ടോപ്പിലുണ്ടാവും റിവിഷൻ മിനിമം സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കാണും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ജെനുവിൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ശരി, വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ നമ്മുടെ ക്ലാസ് റൂം സെറ്റപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഇതിന്റെ ഡേറ്റ് ഇട്ടേക്കുന്ന ജൂലൈ 19, 2024 ഇതൊരു സർക്കുലർ ആണ്. ഇതെന്താണ്? ഒരു സർക്കുലറാണ്. ശരി, സർക്കുലറിന്റെ സബ്ജക്ട് പറഞ്ഞേക്ക് നോക്കുക. റിവിഷൻ ഓഫ് മിനിമം റെക്കമെൻഡഡ് സ്റ്റൈഫൻ ഫോർ അണ്ടർഗോയിങ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഫ്രം കോർപ്പറേറ്റ്സ്. കണ്ടോ, അത് ശ്രദ്ധിക്കുക. ഫ്രം കോർപ്പറേറ്റ്സ് ഓർഗനൈസേഷൻസ് അതർ ദാൻ PCMs അല്ലെങ്കിൽ ഫേം ഓഫ് PCMs. എന്താ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് CMAക്ക് മൊത്തം 3 വർഷമാണ് ട്രെയിനിങ് ഉള്ളത്. ചിലപ്പോൾ പലർക്ക് ഈ ഇൻഫർമേഷൻ അറിയില്ല. ട്രെയിനിങ്ങിന്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ 3 വർഷം. ഇതിൽ CMAയുടെ ഫൈനൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് 15 മാസമാണ് വേണ്ടത്. ഇതാണ് റൂള്. അതായത് ട്രെയിനിങ് വേണ്ടത് മൊത്തം 3 വർഷമാണ്. ഇതിൽ ഫൈനൽ എക്സാം എഴുതാനായിട്ട് നമുക്ക് വേണ്ടത് 15 മാസമാണ്. ഇതിൽ എക്സാം രജിസ്റ്റർ ചെയ്യുന്നത് മുന്നേ 10 മാസം മതി. ഇതാണ് അതിന്റെ ബ്രേക്ക് ഡൗൺ. അപ്പോൾ 10 മാസം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, 15 തെറ്റിദ്ധരിക്കരുത്. 3 വർഷമാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഈ 3 വർഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു CMA ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എക്സാം 15 മാസം ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു, 15 മാസം കഴിഞ്ഞു, CMA ഫൈനൽ എക്സാം എഴുതി നമ്മൾ പാസ്സായി. അത് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈഡ് CMA ആയിട്ട് എവിടെയെങ്കിലും ജോബിന് കയറാം. ജോബിന് കയറി കഴിഞ്ഞാൽ ആ ജോബ് എക്സ്പീരിയൻസ് ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫെല്ലോ മെമ്പർഷിപ്പ് കിട്ടൂ. ആ ഫെല്ലോ മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റൂ. ഇതാണ് ഒരു 3 വർഷത്തിന്റെ ആ ഒരു ഗുഡൻസ്. മനസ്സിലായില്ലേ? ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എവിടെയൊക്കെ ട്രെയിനിങ് ചെയ്യാം? നമുക്കൊരു കോസ്റ്റ് അക്കൗണ്ടന്റ് അണ്ടറിലും ട്രെയിനിങ് ചെയ്യാം. അതല്ലാണ്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും ട്രെയിനിങ് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ്, എന്താണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താൽ ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെടുന്ന ഫുൾ ഡൗട്ട് അവിടെ തീരും. ശരി, നമുക്ക് പെർട്ടിക്കുലർലി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് വരാം. ഇതിനകത്ത് പറയുന്നത് മിനിമം സ്റ്റൈഫൻഡ് റിവൈസ് ചെയ്തു. മിനിമം സ്റ്റൈഫൻഡ് റിവൈസ് ചെയ്തു. എവിടെയാണ് റിവൈസ് ചെയ്തതെന്ന് അറിയാമോ? റിവൈസ് ചെയ്തത് കോർപ്പറേറ്റുകളിലും ഓർഗനൈസേഷൻസിലുമാണ്. അപ്പോൾ എവിടെയാണ് റിവൈസ് ചെയ്യാത്തത്? PCMസും ഫേം ഓഫ് PCMs. PCMs എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ്, അല്ലെങ്കിൽ ഫേം ഓഫ് പ്രാക്ടീസിങ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. അപ്പോൾ നിങ്ങൾ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിന്റെ അണ്ടറിലാണ് ട്രെയിനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഫേമിലാണ് ട്രെയിനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഴയ സ്റ്റൈഫൻഡ് തന്നെയായിരിക്കും ഉള്ളത്. ആ പഴയ സ്റ്റൈഫൻഡ് എത്രയാണെന്ന് അറിയാമോ? ഫസ്റ്റ് ഇയറിൽ 2,000, സെക്കൻഡ് ഇയറിൽ 3,000, തേർഡ് ഇയറിൽ 4,000. ഈ സ്റ്റൈഫൻഡാണ് ഇപ്പോഴും ഉള്ളത്. എനിക്ക് 2019 എൻഡിലോ 18 അവസാനം 19 സ്റ്റാർട്ടിങ് ആ സമയത്ത് എന്തോ കൊണ്ടുവന്നു. കാരണം ഞാനൊരു ഡിഗ്രി ഫൈനൽ ഇയർ സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ CMA പറ്റി കേട്ട് വരുന്ന സമയത്താണ് ഈ റിവിഷൻ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ആ ഇയറിൽ എന്താണെന്ന് ഞാനൊന്ന് തപ്പി നോക്കട്ടെ. പഴയ സംഭവം വല്ലതും കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ പുതിയ ട്രെയിനിങ് സ്കീമിന്റെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന റൈറ്റോ. ഇത് ഞാൻ നിങ്ങൾ മുന്നേ പണ്ടത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിലൊരു 28ാമത്തെ പോയിന്റിനകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 28ാമത്തെ പോയിന്റിൽ നമ്മുടെ മിനിമം സ്റ്റൈഫൻഡ്, ഇപ്പം നിലവിലുള്ള മിനിമം സ്റ്റൈഫൻഡ് കാര്യം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഒന്നാമത് പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഫേം ഓഫ് കോസ്റ്റ് അക്കൗണ്ടന്റിലെ സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞാൽ 2,000 രൂപ, 3,000 രൂപ, 4,000 രൂപ. ഇതിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും 2,000 രൂപ, 3,000 രൂപ, 4,000 രൂപയാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതും റിവൈസ് ചെയ്യും. അപ്പൊ ഇനി ഓർഗനൈസേഷൻസിൽ പണ്ടുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 8,000, 10,000, 12,000. ഫസ്റ്റ് ഇയറിൽ 8,000, സെക്കൻഡ് ഇയറിൽ 10,000, തേർഡ് ഇയറിൽ 12,000 ആണ്. ഇനി അത് കുറച്ചും കൂടെ കൂട്ടി മെട്രോപൊളിറ്റൻ സിറ്റീസ്, അത് ഗ്രേഡ് സിറ്റീസിലൊക്കെ ആണെങ്കിൽ 8ന് പകരം 10 കിട്ടും, 10ന് പകരം 12,500 കിട്ടും, 12ന് പകരം 15,000 കിട്ടും. ഇതാണ് നമ്മുടെ പണ്ടുണ്ടായിരുന്ന സിസ്റ്റം, പണ്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ശരി, ഇനി നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇത്രയും സ്റ്റൈഫൻഡ് കിട്ടുന്ന ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഈ ഫീസ് കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈഫൻഡ് കിട്ടും, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി,
ഞാൻ പറഞ്ഞില്ലേ CMAക്ക് ട്രെയിനിങ്ങിന് നമുക്ക് എപ്പോൾ പോകാൻ തുടങ്ങാം? ഇന്റർമീഡിയറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റർമീഡിയറ്റിന്റെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇന്റർ പാസ് ആവുന്നതിന് മുന്നേ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്റർ പെർസ്യൂ ചെയ്യുമ്പോൾ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാം. ഇന്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ നമുക്ക് ട്രെയിനിങ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 3 വർഷം വേണം. അപ്പോൾ വേണമെങ്കിൽ CMA ക്വാളിഫൈ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ട്രെയിനിങ് ചെയ്യാം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇവിടുത്തെ സ്റ്റൈഫൻഡ് നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾ കേരളത്തിലുള്ള സ്റ്റുഡൻസ് നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഈ കാറ്റഗറി വൈയും ഇസഡ് മാത്രം നോക്കിയാൽ മതി. കാറ്റഗറി വൈ ഇസഡ് മാത്രം നോക്കിയാൽ മതി. അതായത് സിറ്റീസിന് 3ആയിട്ട് സോറി ഒരു കോൾ വന്നതാണ്, ക്ഷമിക്കേ. സിറ്റീസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. കാറ്റഗറി എക്സ്, കാറ്റഗറി വൈ, കാറ്റഗറി ഇസഡ്. അത് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ആ സിറ്റീസിന്റെ പേര് സ്റ്റേറ്റ് വൈസ് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ABCDEFGHIJ കേരളം നോക്കാം. കേരളത്തിൽ സിറ്റി എക്സ് ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല, സിറ്റി എക്സ് ആയിട്ട് ഒന്നും ഇല്ല. അപ്പൊ കേരളത്തിൽ സിറ്റി എക്സ് എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റീസ് അല്ലെങ്കിൽ ഹൈലി കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്ന വലിയ വലിയ സിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു സിറ്റി ഇല്ല. അപ്പൊ എക്സിൽ നമുക്കില്ല. വൈയിലുണ്ട്. വൈയിൽ ഏതൊക്കെയാണെന്ന് നമ്മുടെ കോഴിക്കോടുണ്ട്, കൊച്ചിയുണ്ട്, തിരുവനന്തപുരം ഉണ്ട്, അതുപോലെ തൃശ്ശൂരുണ്ട്. കഴിഞ്ഞില്ല, ഇനിയുണ്ട് മലപ്പുറം ഉണ്ട്, കണ്ണൂരുണ്ട്, കൊല്ലമുണ്ട്. മലപ്പുറം, കണ്ണൂർ, കൊല്ലം. അപ്പൊ ഇത്രയും ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാ? കാറ്റഗറി വൈ ആയിരിക്കും. ശരി. അപ്പോൾ ഇതല്ലാണ്ട് ബാക്കി ഏത് ഡിസ്ട്രിക്റ്റിലായാലും നിങ്ങൾ കാറ്റഗറി ഇസഡിലായിരിക്കും. അപ്പൊ കേരളത്തിൽ ഉള്ള ആൾക്കാർ ഒരിക്കലും എക്സിനെ പറ്റി ചിന്തിക്കേണ്ട. ഇനി ബാംഗ്ലൂരൊക്കെ എക്സിലാണ് വരിക കേട്ടോ. കർണാടക നോക്കി, കർണാടകയിൽ ബാംഗ്ലൂർ എക്സിലാണ് വരിക. ശരി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും നിങ്ങൾ എവിടെയാണോ ട്രെയിനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ട് ഈ പറയുന്ന സംഭവം മാറിക്കൊണ്ടേ വരും. ശരി, നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഇന്റർമീഡിയറ്റ് ആണ് പഠിക്കുന്നെങ്കിൽ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിന്റെ ഈ ഒരു എമൗണ്ട് കിട്ടുന്ന മിനിമം സ്റ്റൈഫൻഡ് എവിടെയും ഗ്യാരണ്ടി തരല്ല. അതിനെ പറ്റിയിട്ട് ഞാൻ ഈ സാധനം ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി പറയാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ശരി, നിങ്ങൾ നോക്കാം. ഇന്റർമീഡിയറ്റ് പാസ് ആവുന്നതിന് മുന്നെയാണ് നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 20,000 രൂപ കിട്ടും. ശരി, നമ്മൾ ഈ പറഞ്ഞ കോഴിക്കോട്, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കൊല്ലത്തൊക്കെ ആണെങ്കിൽ 18,000 രൂപ കിട്ടും. തേർഡ് ഇയറിൽ ബാക്കിയുള്ള സിറ്റീസിലൊക്കെ ആണെങ്കിൽ മിനിമം 15,000 രൂപ കിട്ടും. പണ്ടത്തിന്റെ ഡബിൾ എമൗണ്ട് 8,000 ഒക്കെ കിട്ടുന്നതിന് പകരം ഇപ്പൊ മിനിമം 16 കിട്ടും അല്ലെ, അല്ലെങ്കിൽ 18 കിട്ടും, അല്ലെങ്കിൽ 20 കിട്ടും. പിടിയിട്ടോ? ഇനി ഇയർ 2 ആകുമ്പോൾ അത് ഒരു 2,000 രൂപ ഇൻക്രീസ് ചെയ്യും. ഇയർ 3 ആകുമ്പോൾ വീണ്ടും ഒരു 3,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപയുടെ ഇൻക്രീസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വായിച്ചു നോക്കിയാൽ മതി. ഇനി ഇന്റർ പാസ് ആയിട്ട് ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രെയിനിങ് ചെയ്യുന്നെങ്കിൽ 25, 22, 20 ഇതാണ് മിനിമം. സെക്കൻഡ് ഇയർ പോകുമ്പോൾ 27, 25, 22. തേർഡ് ഇയർ പോകുമ്പോൾ 30, 27, 25. മനസ്സിലാക്കാമല്ലോ നിങ്ങൾക്ക്. ഇനി ഇന്റർ ക്വാളിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു ട്രെയിനി ആയിട്ട് സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, CMA ഇന്ററും ഫൈനലും ക്വാളിഫൈ ചെയ്തിട്ട് സ്റ്റിൽ ഒരു ട്രെയിനി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഇത്രയും സ്റ്റൈഫൻഡ് കിട്ടും എന്നാണ് പറയുന്നത്. ശരി, അത് നിൽക്കട്ടെ. ഇതില് നമ്മുടെ ഈ സിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇനി ശ്രദ്ധിച്ചേ, ദിസ് മിനിമം റെക്കമെൻഡഡ് സ്റ്റൈഫൻഡ് സ്ട്രക്ചർ ഷാൾ ബി ആപ്ലിക്കബിൾ ഫോർ ഓൾ കോർപ്പറേറ്റ് ആൻഡ് ഓർഗനൈസേഷൻസ് അതർ ദാൻ നമ്മൾ ഈ പറഞ്ഞ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻസ് വിത്ത് എഫക്ട് ഫ്രം 1 ഓഗസ്റ്റ് 2024. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓഗസ്റ്റ് 1, 2024 ശേഷം ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ റിവൈസ്ഡ് സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവുക. ഇനി ഒരു കാര്യം പറയട്ടെ, ഇത് ഒരു കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് ഇത്രയും സ്റ്റൈഫൻഡ് കിട്ടുന്ന ആരും പ്രോമിസ് ചെയ്യുന്നതല്ല. ഇത് നമ്മുടെ ഇൻഡസ്ട്രിക്ക്, നമ്മുടെ കോർപ്പറേറ്റ്സിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ പണ്ടത്തെ ഉണ്ടായിരുന്ന സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? ഇതാണ് പണ്ടുണ്ടായിരുന്ന സ്ലൈഡ്. ഈ സ്ലൈഡിലെ എമൗണ്ടുകൾ നിങ്ങൾ നോക്കി. അതായത് പണ്ട് കോർപ്പറേറ്റ്സിൽ മിനിമം 8,000 രൂപ മാസം കിട്ടണമായിരുന്നു. 8,000 അല്ലെങ്കിൽ വലിയ സിറ്റീസ് ആണെങ്കിൽ 10,000. പക്ഷേ CMAക്ക് കോർപ്പറേറ്റ്സിൽ ജോലി ചെയ്തിട്ട് 3,000, 4,000, 5,000 രൂപ സ്റ്റൈഫൻഡ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഈ 8 രൂപ കിട്ടാത്ത. പക്ഷേ 30,000 രൂപ പോലും CMAയുടെ സ്റ്റൈഫൻഡ് മേടിക്കുന്ന 30,000 രൂപ സ്റ്റൈഫൻഡ് കിട്ടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്രയും രൂപ കിട്ടുമെന്ന് വാശി പിടിക്കാനായിട്ട് പറ്റില്ല. നിങ്ങളിപ്പോൾ ഇന്റർ ക്വാളിഫൈ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് പോകണമെന്ന് വെച്ചോ, ട്രെയിനിങ് ഒരു കോർപ്പറേറ്റ്സിൽ പോകണമെങ്കിൽ അവർക്കൊരു നോം ഉണ്ടാവും. അവരുടെ ഇപ്പോൾ സ്റ്റൈഫൻഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഒരു 20,000 രൂപയാണെങ്കിൽ അവർ നമുക്ക് 22,000 പകരം 20,000 ആയിരിക്കും തരാം. പക്ഷേ ഞങ്ങൾക്ക് 22,000 കിട്ടണം എന്ന് പറഞ്ഞ് നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. ഇതൊരു റെക്കമെൻഡേഷൻ ആണ്. ഇതാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു മിനിമം സ്റ്റൈഫൻഡ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്രാജുവലി ഒരു കുറച്ച് വർഷം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ടൈപ്പ് ഉള്ള സ്ഥാപനങ്ങൾ, നമ്മൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻസ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഈ മിനിമം റിക്വയർമെന്റ് എന്തായാലും തരും. കാരണം പണ്ട് ഈ പറഞ്ഞ 2018 തോന്നുന്നു, 18 ഈ റിവൈസ്ഡ് സ്ട്രക്ചർ വന്നപ്പോൾ ആദ്യമേ കിട്ടിയില്ലെങ്കിലും പതിയെ എല്ലാവരും ഈ പറഞ്ഞ സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു കേസ് പറയട്ടെ.
പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മുനിസിപ്പാലിറ്റിയിൽ ട്രെയിനിങ്ങിന് പോയ സമയത്ത് മുനിസിപ്പാലിറ്റിയിൽ അവർ മിനിമം ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ സ്റ്റൈഫൻഡ് അവർ ആകെ 5000 രൂപയെ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ അവരെ കാണിച്ചു, ഞങ്ങൾക്ക് ഇത്രയും മിനിമം സ്റ്റൈഫൻഡ് കിട്ടും. ഈ നോട്ടിഫിക്കേഷൻ വന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിലാണ്. അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, പ്രൊഫഷണൽ ബോഡിയാണെന്നൊക്കെ പറഞ്ഞ് തെളിയിച്ചതിന് ശേഷം അവർ കൗൺസിൽ കൂടിയിട്ട് ഈ 5000 എന്നുള്ളത് ഇൻക്രീസ് ചെയ്ത് 8000 രൂപയാക്കി കൊടുത്തു. പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എവിഡൻസാണ്, അല്ലെങ്കിൽ എവിഡൻസ് നിങ്ങളുടെ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്റ്റൈഫൻഡിനെ പറ്റിയിട്ട് ഒരു ബാർഗെയിനിങ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു സംസാരം, ഒരു എസ്കലേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇത് നിങ്ങൾക്കൊരു പ്രൂഫായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ടിങ്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എവിഡൻറ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിൻ്റെ ഈ ഒരു എമൗണ്ട് മേടിച്ചെടുക്കാൻ പറ്റും. ഇതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ കിട്ടാം, ഇതിനേക്കാളും കുറവും കിട്ടാം. അപ്പോൾ ട്രെയിനിങ് ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ നിങ്ങൾ ട്രെയിനിങ്ങിന് പ്രയോറിറ്റി കൊടുക്കുക. എന്തായാലും എനിക്ക് തോന്നുന്നു പതിയെ ഈ ഒരു ഫീസ് എല്ലാവർക്കും കിട്ടാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റെ കീഴിൽ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോഴും പഴയത് തന്നെയാണ്. 2000, 3000, 4000, മന്ത്ലി 2000, മന്ത്ലി 3000, മന്ത്ലി 4000 ആണ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിൽ വരാം. ഇനി അല്ല, കോർപ്പറേറ്റുകളിലോ ബാക്കിയുള്ള ഓർഗനൈസേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു സാധനം ആപ്ലിക്കബിൾ ആവുക. അതും ഒരു റെക്കമെൻഡേഷൻ ആണ്, കമ്പൽസറി അല്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് അത് മേടിച്ചെടുക്കാം. ഇത്രയും കിട്ടുന്ന എവിടെയും ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിടിക്കോ? ഇനി ഇപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നു, ഇപ്പോൾ എവിടെയെങ്കിലും ഒരാൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ ആക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങൾ എടുത്ത സമയത്ത് എന്താണോ റൂൾ അതനുസരിച്ചായിരിക്കും ഒരു ഫീസ് തരാം, അല്ലെങ്കിൽ അതനുസരിച്ചായിരിക്കും സ്റ്റൈഫൻഡ് തരാം. കൂടുതൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിരിക്കും സാധ്യത. അല്ലേ, നമ്മളിപ്പോൾ ഒരാൾ എടുക്കുമ്പോൾ 10 മാസത്തേക്കാണ് നിങ്ങളുടെ സാലറി ഇത്രയാണ് ഫിക്സ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു റിവിഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് അതും ഇരട്ടി എമൗണ്ട് ഒക്കെ ഇതിനകത്ത് കിടക്കുന്നത്, ആ എമൗണ്ട് നിങ്ങൾക്ക് തരാൻ ചാൻസ് കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എസ്കലേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരുന്ന ജൂനിയേഴ്സിന് ഈ ഒരു എമൗണ്ട് മേടിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ അല്ലടാ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ ഇതൊരിക്കലും കമ്പൽസറി അല്ല, ഇതൊരു വൈറ്റൽ ഇൻഫർമേഷൻ ആണ്. ഇത് നിങ്ങൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ CMA ഫ്രെറ്റേണിറ്റി ആയിട്ടും, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും, എല്ലാ CMA ആയിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാരായിട്ടും നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം. ശരി, വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ വരുന്ന ഡിസംബർ അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് CMA ഇൻ്റർമീഡിയറ്റിൻ്റെ സൂപ്പർ 60 എന്ന് പറഞ്ഞ ഒരു അടിപൊളി ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോ. അടുത്ത പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിലുണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ബാച്ചിൻ്റെ കാര്യം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്തോ. നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തോ. ഇത് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഹെൽപ്പ്, വേറെ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അത് റെലവൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.